നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സമൂഹത്തിൽ വലിയ സ്വാധീനമുറപ്പിച്ച് ജീവിച്ച വ്യക്തിയാണ് ശങ്കർദാസ്. ദേവസ്വം ബോർഡ് അംഗമെന്ന നിലയിൽ ശബരിമല സ്വർണ്ണപ്പാളികൾ ഇളക്കിക്കൊണ്ടുപോകാനുള്ള ഉത്തരവിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ശങ്കർദാസും. കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങളുമായി വലിയ ബന്ധമുണ്ട് ശങ്കർദാസിന്. അതുകൊണ്ടാണ് പത്മകുമാറിനെയും വാസുവിനെയും ഒക്കെ അറസ്റ്റ് ചെയ്തിട്ടും ശങ്കർദാസിനെ തൊടാൻ പോലീസ് മടിച്ചത്. പ്രായാധിക്യം, ആരോഗ്യ പ്രശ്നങ്ങൾ ഇവ രണ്ടും ചൂണ്ടിക്കാട്ടി പ്രത്യേക അന്വേഷണ സംഘത്തിനുമേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തിയിരുന്നു സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്. ചില പോലീസ് ഉദ്യോഗസ്ഥരും പ്രത്യേക അന്വേഷണ സംഘത്തിന് ശക്തമായ സമ്മർദ്ദം നൽകി. മുൻകൂർ ജാമ്യാപേക്ഷ തരപ്പെടുത്തുക മാത്രമായിരുന്നു ശങ്കർദാസിൻ്റെ മുന്നിലുള്ള ഏക പോംവഴി. ഇതിനെ തുടർന്ന് കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിച്ചു. പക്ഷേ രക്ഷയില്ല. കേരള ഹൈക്കോടതി അതിരൂക്ഷമായി ശങ്കർദാസിനെ വിമർശിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിനൊപ്പം തുല്യ ഉത്തരവാദിത്വം ശങ്കർദാസിനും വിജയകുമാറിനുമുണ്ട് എന്നാണ് ഹൈക്കോടതി രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. പത്മകുമാറിനൊപ്പം അന്ന് ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന വിജയകുമാറിനെയും ശങ്കർദാസിനെയും അറസ്റ്റ് ചെയ്യുക എന്ന ഒരൊറ്റ നിവൃത്തിയെ തങ്ങൾക്ക് മുന്നിലുള്ളൂ എന്ന് പ്രത്യേക അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞു. പിന്നാലെ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തു. വിജയകുമാർ റിമാൻഡിലായി. അപ്പോഴും ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം പഠിച്ചു. വലിയ രാഷ്ട്രീയ ബന്ധങ്ങളുള്ള ശങ്കർദാസ് നേരെ സുപ്രീം കോടതിയിലേക്ക് പാഞ്ഞു. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരെ തന്നെ കളത്തിലിറക്കി. ഏതുവിധേനയും സുപ്രീം കോടതിയിൽ നിന്ന് ഒരു അനുകൂല വിധി നേടാനാണ് ശങ്കർദാസ് ശ്രമിച്ചത്. എന്നാൽ സുപ്രീം കോടതി അതിരൂക്ഷമായി ശങ്കർദാസിനെ ഇപ്പോൾ വിമർശിച്ചിരിക്കുന്നു. ശങ്കർദാസിൻ്റെ ആവശ്യം നിരാകരിച്ചിരിക്കുന്നു. നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ല എന്നാണ് ശങ്കർദാസിൻ്റെ ഹർജി പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതി പറഞ്ഞത്. ബോർഡിൻ്റെ മിനിറ്റ്സിൽ ഒപ്പിട്ട ശങ്കർദാസിന് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. വലിയ പരാജയമാണ് സുപ്രീം കോടതിയിൽ നിന്ന് ശങ്കർദാസിന് ഏൽക്കേണ്ടി വന്നത്. മറുവശത്ത് പക്ഷാഘാതം വന്ന് തളർന്ന നിലയിൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് ശങ്കർദാസ്. നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിയിലെ 5 പാരഗ്രാഫ് നീക്കം ചെയ്യണമെന്ന ആവശ്യവുമായി ശങ്കർദാസ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഒന്നിലും രക്ഷയില്ല. ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത, SC ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ചത്. സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന ശങ്കർദാസിനും വിജയകുമാറിനും ഉത്തരവാദിത്തമുണ്ട് എന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നേരത്തെ നിരീക്ഷിച്ചിരുന്നു. എന്നാൽ തങ്ങളുടെ ഭാഗം കേൾക്കാതെയാണ് ഹൈക്കോടതി ഇത്തരമൊരു പരാമർശം നടത്തിയത് എന്ന് സുപ്രീം കോടതിയിൽ വാദിച്ചു ശങ്കർദാസിൻ്റെ അഭിഭാഷകൻ. തൻ്റെ പ്രായാധിക്യവും ശാരീരിക അവസ്ഥകളും കണക്കിലെടുക്കണമെന്ന് സുപ്രീം കോടതിയോട് ശങ്കർദാസ് അഭ്യർത്ഥിച്ചു. അന്നത്തെ ബോർഡ് അംഗങ്ങൾക്ക് ക്രിമിനൽ ബാധ്യതയുണ്ട് എന്ന ഹൈക്കോടതിയുടെ പരാമർശം കൂടി നീക്കിക്കിട്ടണമെന്ന് ശങ്കർദാസ് സുപ്രീം കോടതിയോട് അപേക്ഷിച്ചു. ഇത്തരം പരാമർശങ്ങൾ നിഷ്പക്ഷമായ അന്വേഷണത്തെ ബാധിക്കും എന്നായിരുന്നു ശങ്കർദാസ് സുപ്രീം കോടതിയിൽ വാദിച്ചത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധി ഉത്തരവ് പരാമർശം നീക്കുന്നതിന് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാം എന്ന് സുപ്രീം കോടതി പറഞ്ഞു. എന്നാൽ മുൻകൂർ ജാമ്യത്തിനായി ശങ്കർദാസ് ഹർജി നൽകിയാൽ അത് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ കേൾക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ചുരുക്കത്തിൽ ശങ്കർദാസിനൊരു മുൻകൂർ ജാമ്യം അത്ര എളുപ്പമല്ല. ഇവിടെയാണ് കാര്യങ്ങൾ അതീവ ഗൗരവതലത്തിലേക്ക് ഉയരുന്നതും. ശബരിമലയിൽ നടന്നത് വലിയ ക്രമക്കേടാണ് എന്നും ദൈവത്തെ പോലും വെറുതെ വിട്ടില്ല എന്നും സുപ്രീം കോടതി പരാമർശം നടത്തിയ ഒരു വിധി പ്രസ്താവം. ആ വിധിപ്പകർപ്പുമായി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമ്പോൾ ശങ്കർദാസ് ഇനിയും കുരുക്കിലാകുമെന്ന് വ്യക്തം. സുപ്രീം കോടതിയെ സമീപിച്ച ശങ്കർദാസിന്റെ എല്ലാ നീക്കങ്ങളും തിരിച്ചടിച്ചു. ചുരുക്കത്തിൽ ഇനി ഇതേ കേസിൽ ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ചാൽ എന്ത് സമീപനമാകും സുപ്രീം കോടതി കൈക്കൊള്ളുക എന്നതിൻ്റെ നേർ അടയാളമായി ഇത് മാറുന്നു. നിലവിൽ ശങ്കർദാസ് അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞയാഴ്ച പക്ഷാഘാതമുണ്ടായിരുന്നു. താൻ അറസ്റ്റിലാകാൻ പോകുന്നുവെന്ന വിവരം ശങ്കർദാസ് മനസ്സിലാക്കുകയും തുടർന്ന് വലിയ മാനസിക സമ്മർദ്ദത്തിൽ അകപ്പെടുകയും ചെയ്തു. പക്ഷാഘാതം വന്ന് തളർന്ന നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് അറസ്റ്റ് നടപടിക്രമങ്ങൾ മാത്രമായി ഒതുങ്ങും. കൊച്ചി കമ്മീഷണർ ഹരിശങ്കറിന്റെ അച്ഛനാണ് ശങ്കർദാസ്. അതീവ ഗുരുതരാവസ്ഥയിലുള്ള ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യുക മാത്രമാണ് ഇനി പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള പോംവഴി. തൽക്കാലം കസ്റ്റഡിയിലെടുക്കാനോ ചോദ്യം ചെയ്യാനോ കഴിയില്ല. അറസ്റ്റ് നടപടിക്രമങ്ങളിൽ ഒതുക്കുക. അത്തരമൊരു വാർത്ത പോലും അദ്ദേഹത്തിന് വലിയ ആഘാതമുണ്ടാക്കുമെന്ന് അദ്ദേഹവുമായി അടുപ്പമുള്ളവർ പറയുന്നു. ശങ്കർദാസിനെ കൂടി അറസ്റ്റ് ചെയ്യുന്നതോടെ കേസ് മറ്റൊരു തലത്തിലേക്ക് ഉയരും. അവിടെയാണ് സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ പരാമർശങ്ങൾക്ക് കൂടുതൽ ഗൗരവമേറുന്നതും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണത്തിന് കൂടുതൽ സമയം ഹൈക്കോടതി ഇപ്പോൾ അനുവദിച്ചു. 6 ആഴ്ച കൂടി സമയം അനുവദിച്ചിരിക്കുന്നു.
ഇനി ഈ വിഷയം ഈ മാസം 19-ാം തീയതി കോടതി പരിഗണിക്കും. അപ്പോൾ ഇടക്കാല റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണമെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഹൈക്കോടതി തൃപ്തി അറിയിച്ചു. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത വിശദാംശങ്ങൾ ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ചു. ഒപ്പം ദിണ്ടിഗൽ സ്വദേശി ഡി മണിയെ ചോദ്യം ചെയ്ത വിവരങ്ങളും ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തി. ഡിസംബർ 3-ാം തീയതി കേസ് പരിഗണിച്ച ഹൈക്കോടതി അന്ന് CPM നേതാവ് പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം പ്രത്യേക അന്വേഷണ സംഘം മെല്ലെപ്പോക്കാണ് നടത്തുന്നത് എന്ന് പരാമർശിച്ചിരുന്നു. വൻതോക്കുകളിലേക്ക് അന്വേഷണം കടക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യവും ഹൈക്കോടതി ഉയർത്തി. അതിന് പിന്നാലെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്യുകയും ചോദ്യം ചെയ്യലിൽ ലഭിച്ച മൊഴികൾ കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തു. വിദേശ പ്രവാസി മലയാളിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ദിണ്ടിഗൽ സ്വദേശിയായ ഡി മണിയെ ചോദ്യം ചെയ്യുകയും തുടർന്ന് തിരുവനന്തപുരത്തെത്തിച്ച് വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയനാക്കുകയും ചെയ്തു. എന്നാൽ ഹൈക്കോടതി നടത്തിയ പരാമർശത്തേക്കാൾ വളരെ ഗൗരവത്തിലുള്ള പരാമർശമാണ് ഇപ്പോൾ സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത്. ശബരിമലയിൽ നടന്നത് വൻ ക്രമക്കേടാണ് എന്ന് സുപ്രീം കോടതി കൂടി പറഞ്ഞു വെച്ചതോടെ പ്രത്യേക അന്വേഷണ സംഘം ഇനി ശരിയായ ദിശയിൽ നീങ്ങിയേ തീരൂ എന്ന ഘട്ടത്തിലെത്തി. സ്വർണ്ണക്കൊള്ള നടന്ന സമയത്ത് ബോർഡംഗമായിരുന്നു ശങ്കർദാസ്. അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൈമാറാൻ തീരുമാനമെടുത്ത ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സിൽ ശങ്കർദാസ് ഒപ്പിട്ടിരുന്നു. ഇത് കോടതി വളരെ ഗൗരവത്തോടെ എടുത്തു. തങ്ങൾ സാധാരണ പത്മകുമാർ പറയുന്നത് അംഗീകരിച്ച് ഒപ്പിട്ട് കൊടുക്കുകയാണ് പതിവ് എന്ന് ബോർഡംഗങ്ങളായ KP ശങ്കർദാസും വിജയകുമാറും നേരത്തെ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു. എന്നാൽ ഇത് വിശ്വാസത്തിലെടുക്കാതെയാണ് ഹൈക്കോടതിയുടെ പരാമർശം. ഇതേ പരാമർശം സുപ്രീം കോടതി കൂടി അംഗീകരിക്കുന്നതോടെ തികച്ചും വെട്ടിലാവുകയാണ് ശങ്കർദാസും വിജയകുമാറും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ട പ്രതികളിൽ മിക്കവർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ രൂക്ഷമാണ് എന്ന വാർത്തകൾ പുറത്തു വരുന്നു. പത്മകുമാർ ജയിലിനുള്ളിൽ വല്ലാത്ത അവസ്ഥയിലാണ്. N. വാസു പൂർണ്ണമായും ചികിത്സ തേടുന്ന ഘട്ടത്തിലെത്തി. വിജയകുമാറിനെയും ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നു. വളരെ സൗകര്യത്തിലും സ്വാധീനത്തിലുമൊക്കെ സമൂഹത്തിലെ ഉന്നതരായി ജീവിച്ചവർ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ വലിയ കൊള്ളക്കാരായി മാറുന്ന വിചിത്ര കാഴ്ചയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് വിജയകുമാറും ശങ്കർദാസുമൊക്കെ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു ജീവിതയാതന. അയ്യപ്പന്റെ ശിക്ഷയിൽ നിന്ന് അത്ര എളുപ്പം ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് സമൂഹ മാധ്യമങ്ങളിൽ പലരും സൂചിപ്പിക്കുന്നു. എല്ലാം അയ്യപ്പ കോപത്തിൽ നിന്ന് തന്നെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.